ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ യുവാക്കളുടെ ഹൃദയത്തിൽ ദൈവവചനം എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞങ്ങൾ പാസ്റ്റർമാര്, രണ്ടാമത് നിങ്ങൾ മാതാപിതാക്കൾ, മൂന്നാമത് സഭ, സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, സോദരീ സമാജം. ഇവയെല്ലാം ഒരു ലക്ഷ്യത്തിലോട്ട് തിരിയണം. യുവാക്കളിൽ വചനം നിറയ്ക്കുക. 119 സങ്കീർത്തനം 9 വാക്യം POC ബൈബിളിൽ നിന്നൊന്ന് വായിക്കട്ടെ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിർമ്മലമാക്കണം എന്ന് യവന് തോന്നണ്ടേ? നിർമ്മലമാക്കിയിട്ട് എന്തോ കിട്ടാനാ? സ്വാതന്ത്ര്യത്തോടുകൂടെ എന്നതിന് ഇവര് കൊടുക്കുന്ന അർത്ഥം തോന്നിയവാസം നടക്കാൻ സാധിക്കുക എന്നാണ്. എന്നാൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ പിള്ളേർക്ക് വഴി ഒന്ന് നിർമ്മലമാക്കണം എന്ന് തോന്നിയാൽ അവരെ വചനത്തിലേക്ക് തിരിക്കുക. വളരെ കുട്ടിപ്രായം മുതൽ തിരുവചനത്താൽ അവരുടെ മനസ്സിനെ നമ്മൾ സ്വാധീനിച്ചാൽ യൗവനത്തിലേക്ക് വരുമ്പോൾ അവരറിയാതെ തന്നെ വചനത്തിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കും. ഇവിടെ പറയുന്നത് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. അപ്പോൾ എങ്ങനെ സൂക്ഷിക്കും എന്ന് ഒരു യുവാവിന് ഒരു ചിന്ത വന്നാൽ അതിനുള്ള മറുപടി ദൈവമേ അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. തർജ്ജിമയിലെ ഒരു വ്യത്യാസം നിമിത്തമൊന്ന് വായിച്ചെന്നേ ഉള്ളൂ. അപ്പോ വചനം അനുസരിച്ച് വ്യാപരിക്കുക, ഇത്രയേ ഉള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവവചനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ യുവാക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഈ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസമോ ടെക്നിക്കൽ വിദ്യാഭ്യാസമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാവുന്നത് കൊടുത്തോളൂ. അതാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ ചിന്താഗതിയാ പറഞ്ഞു. അതെ, എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. എന്നാൽ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ പറയും ഫസ്റ്റ് പ്രയോറിറ്റി ആത്മീയമാണെന്ന്, ദൈവമാണെന്ന്, വചനമാണെന്ന് അങ്ങനെ പറയുന്നെങ്കിലും ശരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, മുഖ്യ മുൻഗണന എന്ത് പഠിപ്പിക്കും, ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്, ഏറ്റവും നല്ല ജോലി എന്താണ്, എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം. പണം ഉണ്ടാക്കുക എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. എല്ലാവർക്കും ഒന്നും പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഏറ്റവും നല്ല വിദ്യാഭ്യാസം. ഓക്കെ, അത് നല്ലതാണ്, അത് മോശമൊന്നുമല്ല. പക്ഷെ ഇവന്റെ വഴി തെറ്റിപ്പോയാലോ
ഇപ്പൊ എത്ര ശതമാനം കുട്ടികളാണ് വഴി തെറ്റിക്കൊണ്ടിരിക്കുന്നത്? വഴി തെറ്റാത്തവർ കുറവല്ലേ, വഴി തെറ്റുന്നവരല്ലേ കൂടുതൽ. അതുകൊണ്ട് നിശ്ചയമായും ദൈവവചനത്തിൻ്റെ സ്വാധീനമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ നമുക്ക് വേണം, നമുക്ക് സൃഷ്ടിക്കണം. നിങ്ങളുടെ പുരയിടത്തിൽ അടയ്ക്കാമരം വളരുന്നുവെങ്കിൽ അത് നിങ്ങൾ നട്ടതാണ്. നിങ്ങളുടെ പുരയിടത്തിൽ ചെറുതനം വളരുകയാണെങ്കിൽ നിങ്ങൾ നട്ടതല്ല, അതിങ്ങനെ തനിയെ മുളച്ചു കയറി വരികയാണ്. കള, കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ വേറെ വല്ലതും ഉണ്ടോ? ഇതൊന്നും നമ്മൾ നട്ടതല്ല, അത് ആക്രമിച്ച് കയറുന്ന സാധനമാണ്. പക്ഷെ നിങ്ങളുടെ പുരയിടത്തിൽ നല്ല റോസാപ്പൂ വിരിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നല്ല തെങ്ങ് വളർന്ന് കായ്ച്ചു നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഉദരത്തിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് 10 യൗവനക്കാർ ഇന്ത്യൻ സമൂഹത്തിൽ തിളങ്ങുന്നത് കണ്ടാൽ നമുക്ക് അഭിമാനിക്കാം. അതിന് ഒറ്റ മാർഗം, വചനം യുവാക്കളിൽ നിറയ്ക്കുക. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.